കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ചെയ്യാൻ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ സുപ്രഭാതം രാവിലെ എണീക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിയാൽ അന്നത്തെ ദിവസം ഉണ്ടാകുന്ന ഏത് ദുർഘടഘട്ടങ്ങളെ ആയാലും എത്ര വലിയ പ്രതിസന്ധികളെ ആയാലും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് രാവിലെ എണീക്കുമ്പോൾ സൂര്യന് നമുക്ക് നമ്മുടെ മുറിയിലേക്ക് വെളിച്ചമായിട്ട് വരുന്നതിന് മുമ്പായിട്ട് വേണം നമ്മൾ എഴുന്നേക്കാനെന്ന് പറയും. പഴയ കാലത്തൊക്കെ പറയുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എണീറ്റ് മുറ്റമടിച്ച ശേഷം പ്രാഥമിക കർമ്മങ്ങളെല്ലാം നിർവഹിച്ച ശേഷം കുളിച്ച് പൂജാമുറി കയറി പൂജിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും സാധിക്കുന്ന കാര്യമല്ല. എന്നാലും നമ്മുടെ മുറിയിലേക്ക് വെളിച്ചം വരുന്നതിന് മുമ്പായിട്ടെങ്കിലും ഒരു 7 മണിക്കോ 8 മണി ആ സമയത്തെങ്കിലും ഏറ്റവും കുറഞ്ഞ് എണീക്കണം. പഴയ കാലത്തൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ സൂര്യന് ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ കിടന്നുറങ്ങുന്ന മൂഢന്മാരാണ്. ഓരോ മിനിറ്റ് കഴിയും തോറും നമുക്ക് മന്ദത വർദ്ധിക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ എണീക്കുമ്പോഴും രാവിലെ ആദ്യം നമ്മുടെ ഭൂമിയിൽ വലത് കൈ തൊട്ട് കണ്ണിൽ ശിരസിലും ഒക്കെ വെച്ച് വേണം നമ്മൾ എണീക്കാനായിട്ട്. കാരണം നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരുപാട് നെഗറ്റീവ് എനർജീസിനെ ഭൂമിയായിട്ട് നമ്മൾ സ്പർശിച്ച് നിൽക്കുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭൂമി വലിച്ചെടുക്കും. നമ്മൾ 8 മണിക്കൂർ ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ, പൂർണ്ണ ആരോഗ്യമായ മനുഷ്യൻ നമുക്ക് 8 മണിക്കൂർ ഉറങ്ങാൻ പാടില്ലെന്നാ പറയുക. 8 മണിക്കൂർ മിനിമം കൂട്ടിക്കും. നമ്മൾ ഭൂമിയായിട്ടൊരു ബന്ധമില്ലാതെ നിൽക്കുക. അപ്പോൾ ആ നമുക്കുണ്ടാവുന്ന ആ നെഗറ്റീവായിട്ടുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും മാറുന്നതിനാണ് ആ ഭൂമിദേവിയെ തൊട്ട് ബന്ധിച്ച് നമ്മൾ ദിവസം ആരംഭിക്കുന്നത്. ദിവസം ആരംഭിക്കുമ്പോൾ നമ്മുടെ റൂമിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഭഗവാന്റെ ഫോട്ടോ, ഇഷ്ടമുള്ള ഭഗവാന്മാരുടെ ഫോട്ടോ വെച്ച് അതേ കണി കണ്ടത് എണീക്കുന്ന ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ മേശപ്പുറത്താണെങ്കിൽ നിറകുടം വെക്കാം, ഒരു പാത്രത്തിൽ നിറച്ച് പൈസ വെക്കാം, നമ്മൾ സ്ഥിരമായിട്ട് ധരിക്കുന്ന മാലയോ എന്തെങ്കിലും സ്വർണ്ണ ആഭരണങ്ങൾ നമുക്ക് വെക്കാം. ഇതൊക്കെ നമുക്ക് കണി കണ്ട് എണീറ്റ് കഴിഞ്ഞാൽ ഏറ്റവും ശുഭകരമായിട്ടാണ് പറയുന്നത്. പിന്നെ എണീറ്റ ഉടനെ കുളിക്ക് അമാന്ത വരുതെന്ന് പറയും. എണീറ്റ് കഴിഞ്ഞാൽ പ്രാഥമിക കർമ്മങ്ങളെല്ലാം ചെയ്ത് കുളിച്ച് നമുക്ക് പൂജാമുറി ചെന്ന് ചേരാണെങ്കിൽ മാല കെട്ടിയൊക്കെ ചാർത്താറൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് ഉള്ള പുഷ്പങ്ങളൊക്കെ പറിച്ച് ഭഗവാൻ ഫോട്ടോയിലായാലും അതുപോലെ തന്നെ ഫോട്ടോയുടെ മുകളിലൊക്കെ വെക്കാം. പിന്നെ നമുക്ക് വിളക്ക് കത്തിക്കുന്ന വിളക്കിന് ചുറ്റും വെക്കാം. കത്തിച്ച് നെയ്വിളക്കായിട്ട് കത്തിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. ഇപ്പം നെയ്വിളക്ക് പറ്റുന്നില്ല എങ്കിൽ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഏത് എണ്ണ ആയിക്കോട്ടെ, ശുദ്ധമായിട്ട് ഏറ്റവും പറയുന്നത് നല്ലെണ്ണയാണ്, എള്ളെണ്ണയാണ് ഏറ്റവും ശുദ്ധമായിട്ട് പറയുന്നത്. അത് നമുക്ക് ഒഴിച്ച് പറ്റുമെങ്കിൽ കിഴക്കോട്ടും പടിഞ്ഞാട്ടും, ഇനി അത് സാധിക്കുമെങ്കിൽ 5 തിരിയാൽ ഏറ്റവും നല്ലതാണ്. കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, പിന്നെ ഈശാന കോണിലേക്ക് ഒരെണ്ണം, അതായത് വടക്ക് കിഴക്ക് കോണിലേക്ക് ഒരെണ്ണം ഇട്ട് കത്തിച്ച് ഭദ്രദീപമായിട്ടാണ് കത്തിക്കുന്നത്. കത്തിച്ച് നമുക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥനാ മന്ത്രങ്ങളൊക്കെ ജപിക്കാം, ഇഷ്ടദേവതാ മന്ത്രങ്ങൾ ജപിക്കാം, കുടുംബദേവത ദേശദേവതാ മന്ത്രങ്ങളൊക്കെ നമുക്ക് ജപിക്കാം. നമഃശിവായ ജപിക്കാം, നാരായണ ജപിക്കാം. ഇപ്പം ഗായത്രി ഉപദേശം കിട്ടിയുള്ള ആൾക്കാരാണ് ഗായത്രി മന്ത്രങ്ങളൊക്കെ ജപിക്കാം. ജപിച്ച് പറ്റുമെങ്കിൽ നാരായണീയം 1 രൂപെങ്കിലും നാരായണീയം ജപിക്കാം. പിന്നെ നമുക്ക് ഗോപാല ഗായത്രി മന്ത്രം ജപിക്കാം. അതുപോലെ വിഷ്ണു സഹസ്രനാമം രാവിലെ ജപിക്കാം. ലളിതാ സഹസ്രനാമം ദൈവം 11-ാം അധ്യായം, 10-ാം അധ്യായം, 9-ാം അധ്യായം ഒക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ജപിക്കാവുന്നതാണ്. കനകദാര സ്തോത്രം രാവിലെ നമുക്ക് ജപിക്കാം. രാവിലെ ഇതൊക്കെ ജപിച്ചതിന് ശേഷം ചെറിയ ധൂപക്കുറ്റി ഉണ്ടെങ്കിൽ ധൂപക്കുറ്റി കർപ്പൂരം കത്തിച്ച് നമുക്ക് ഈ ഫോട്ടോയിൽ ഒക്കെ ഒഴിഞ്ഞ് പ്രാർത്ഥിക്കാം. ഏറ്റവും അവസാനമായിട്ട് പുഷ്പം എടുത്ത് ഈ കർപ്പൂരം കത്തിച്ച് വെച്ചേക്കുന്ന കർപ്പൂരത്തെ ഒഴിഞ്ഞ് ഭഗവാന്മാർക്കായിട്ടെല്ലാം മൊത്തത്തിൽ സമർപ്പിക്കാം. പിന്നെ നമുക്ക് കിണ്ടിയിൽ തുളസി ദളവിട്ടിട്ട് വെള്ളം എല്ലാവരും വെക്കാറുണ്ട്, നിറകുടം വെക്കാറുണ്ട്. കിണ്ടിലെ തീർത്ഥം സേവിച്ച് ദിവസം ആരംഭിക്കുക. പിന്നെ നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ വീട്ടിൽ നമുക്ക് ഐശ്വര്യം തോന്നുന്ന ആരെങ്കിലും ഒരാളെ, വീട്ടിലുള്ളതാവാം പുറത്തുള്ളതാവാം, അവരെ നമുക്ക് ശകുനം വരുത്താം. ശകുനം കൊണ്ട് മുന്നോട്ട് പോവാം. ഇതുപോലെ രാവിലെ നമ്മൾ പോകുമ്പോഴും നമ്മൾ ഒരു വിളക്കത്തിരി എടുത്തിട്ട് അത് നെയ്യ് മുക്കി നമ്മളെ ഒരു 11 പ്രാവശ്യം ഒഴിഞ്ഞിട്ട് അത് നമ്മുടെ പുറകോട്ട് അങ്ങ് ദോഷമില്ലാത്ത രീതിയിൽ ആർക്കും തുണിയിലോ മറ്റൊന്നും പിടിക്കത്തില്ല, അല്ല നമ്മുടെ വീട്ടിലൊന്നും പിടിക്കത്തില്ല എന്ന രീതിയിൽ പുറകോട്ട് എവിടെയെങ്കിലും വിജനമായ സ്ഥലത്തേക്ക് കളഞ്ഞിട്ട് പുറകോട്ട് നോക്കാതെ മുമ്പോട്ട് അങ്ങ് പോവുക. ഇതിലൂടെയൊക്കെ നമുക്കൊരു പരിധി വരെയുള്ള വിഷയങ്ങളെ മാറ്റാൻ പറ്റും. അതിൽ പൂജാമുറിയിലായാലും പുതിയൊരു വഞ്ചി വാങ്ങിച്ച് വെച്ച് നമ്മുടെ ഇഷ്ടദേവതയ്ക്ക് ഓരോ ദിവസം ഓരോ നാണയം തലയ്ക്ക് ഒഴിഞ്ഞ് കാണിക്കയിട്ട് ദിവസം ആരംഭിക്കാം. ഇതിലൂടെയൊക്കെ എത്ര വലിയ ദുർഘടഘട്ടങ്ങളായാലും നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളതേ ഉള്ളൂ. അതുപോലെ നമുക്ക് രക്ഷായന്ത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് പൂജാമുറി വെച്ചിട്ടുണ്ട്, ഫ്രഞ്ച് യന്ത്രങ്ങളുണ്ടെങ്കിൽ
അത് നിത്യവും ചന്ദനവും പൂവും ഒക്കെ ചാർത്താം. അതൊക്കെ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നും നല്ലോണം വൃത്തിയായിട്ട് തുടച്ച് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കർപ്പൂരം ഒഴിയുമ്പോൾ അതിനെ രക്ഷായന്ത്രങ്ങളെയും കർപ്പൂരം ഒഴിയുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രതിബന്ധമായാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഭഗവാനെ വിളിച്ചാൽ മുന്നോട്ടിറങ്ങുന്നത്. ഈ പറഞ്ഞ കാര്യം മണിക്കൂറുകളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് നിന്ന് പഴയ പൂവെല്ലാം മാറ്റി പുതിയ പൂവൊക്കെ വെച്ച് കർപ്പൂരം കത്തിച്ച് ഒഴിഞ്ഞ് പറ്റാവുന്ന ഒരു 10 നമഃശിവായ അല്ലെ 10 നാരായണെങ്കിലും ജപിച്ച് അത് തീരെ പറ്റാത്ത അവസ്ഥയിലാണ് ജപിച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പ്രതിസന്ധി ആയിക്കോട്ടെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടത് മാറിക്കിട്ടും. സംശയമില്ലാത്ത കാര്യമാണ്. ഇനിയും ഇതുപോലെ വ്യത്യസ്തമായ വിഷയങ്ങളെ കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.